ഹായ് ആൾ, എയ്സാപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചതും അതേപോലെ നമ്മളെ സാമ്പിൾ പേപ്പറിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ ക്യൂബ് ഓഫ് സൈഡ് 6 cm ഈസ് കട്ട് ഇൻ ടു എ നമ്പർ ഓഫ് ക്യൂബ്സ് ഈച്ച് ഓഫ് സൈഡ് 2 cm. ഓക്കെ, ഈച്ച് ഓഫ് സൈഡ് 2 cm, ദെൻ നമ്പർ ഓഫ് ക്യൂബ് ഈസ് ഓക്കെ ഫൈൻ. നോക്ക്, ഒരു ക്യൂബ് എന്ത് ചെയ്തു, 6 cm സൈഡുള്ള ഒരു ക്യൂബ്. ജസ്റ്റ് ഞാൻ ആ ക്യൂബിൻ്റെ ഒരു ഔട്ടർ ഫേസ് മാത്രം വരക്കാം കേട്ടോ. ഇതാ, ഈ ഒരു ക്യൂബിന് 6 cm ആണ് സൈഡുള്ള, എല്ലാ സൈഡും 6 cm. ക്യൂബിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 6 cm സൈഡുള്ള ഒരു ക്യൂബിൻ്റെ ഒരു ഫേസ് മാത്രമായിട്ടാണ് ഞാൻ വരച്ചത്. ആ ഫേസ് എന്ത് ചെയ്തു? കട്ട് ചെയ്തിട്ട് എത്ര സെൻറ്റിമീറ്റർ സൈഡുള്ളതിലേക്ക് കട്ട് ചെയ്തത്? ഈച്ച് ഓഫ് 2 cm എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോന്നും 2 cm കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 2 വരും, ഇവിടെ 2 വരും. അതേപോലെ തന്നെ ഇതും എന്ത് ചെയ്തു? ഇങ്ങനെ 2 2 2 ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നോക്ക്, ഒരു ഫേസിൽ തന്നെ എനിക്ക് എത്ര പീസായിട്ട് കിട്ടും? ഒരു ഫേസിൽ 1 2 3 4 5 6 7 8 9. നോക്ക്, ഒരൊറ്റ ഫേസിൽ എനിക്ക് 9 ആയിട്ട് കിട്ടി. ഒരൊറ്റ ഫേസ് പറഞ്ഞാൽ അതിൽ ആ മേലത്തെ ഭാഗം കൂടി ഇൻക്ലൂഡ് ആയിരിക്കും. അങ്ങനെ 3 പീസ് കൂടിയതാണ് എന്ത് വരിക? നമ്മുടെ ക്യൂബായിട്ട് വരിക. ശ്രദ്ധിക്കണേ, നമ്മൾ റുബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലേ? റുബിക്സ് ക്യൂബ് പോലെ തന്നെ റുബിക്സ് ക്യൂബിൽ ഒരൊറ്റ 3 പീസാക്കൂല നമ്മൾ. അപ്പോൾ മുകളിൽ മൊത്തം 9 പീസ് ഉണ്ടാവും. ആ സെൻട്രൽ റോയിലും എത്ര ഉണ്ടാവും? 9 പീസ് ഉണ്ടാവും. ഇതാ ഫസ്റ്റ് റോയിൽ ഈ റോ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയാൽ ഇത് മൊത്തം ഇങ്ങനെ കംപ്ലീറ്റ് ആയി വന്നാൽ ഇവിടെ 9 പീസ് ഉണ്ടാവും. അതേപോലെ ഈ മിഡിൽ റോയും കംപ്ലീറ്റ് ആയി വന്നാൽ എന്തുണ്ടാവും? ഇവിടെ 9 പീസ് ഉണ്ടാവും. ഈ ലാസ്റ്റ് റോയിലും കംപ്ലീറ്റ് ആയി വന്നാൽ എത്ര പീസ് ഉണ്ടാവും? 9 പീസ് ഉണ്ടാവും. അങ്ങനെ 3 പ്രാവശ്യം 9 പീസ് ഉണ്ടാവും. നമുക്ക് ശ്രദ്ധിച്ചാൽ റുബിക്സ് ക്യൂബ് ഒന്ന് നോക്കിയാൽ കാണാം. ആ ഫ്രണ്ടിലൊരു 3 എണ്ണം, പിന്നെ ആ മിഡിൽ റോയിലൊരു 3 എണ്ണം, ഏറ്റവും ലോവർ ലോയിലും ഒരു 3 എണ്ണം. ഈ 3 കൂടി ആഡ് ചെയ്താൽ എത്ര വരും? 3 × 9 എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 27 ക്യൂബ്സ് ആണ് നമുക്ക് കിട്ടുക കേട്ടോ. 2 cm ഉള്ള 27 ക്യൂബ്സ് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ആ കട്ടിങ് നോക്കിയാൽ മതി. 6 cm 2 cm ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 3 പീസായിട്ട് ഒരു ഭാഗം കിട്ടും. അങ്ങനെ മൊത്തം ഒരൊറ്റ ഫേസിൽ നിങ്ങൾക്ക് 9 കിട്ടും. അങ്ങനെ എത്ര ഉണ്ട്? 3 പീസായിട്ട് അത് പോവാം. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഫൈൻ. നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എ സോളിഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ വിത്ത് ഹെമിസ്ഫെറിക്കൽ എൻഡ്സ്. ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ സോളിഡ് ഈസ് 20 cm and the diameter of the cylinder is 4 cm. Find the total volume of the solid. ഓക്കെ, ഒരു സോളിഡ് എന്ത് ഷേപ്പിൽ എന്നാണ് പറഞ്ഞത്? ഒരു സിലിണ്ടറും അതിൻ്റെ 2 എൻഡിലും എന്തുണ്ട്? ഹെമിസ്ഫിയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ വരക്കാണ് ഇങ്ങനെ വരും കേട്ടോ. നോക്കണേ. ഓക്കെ ഫൈൻ. ഇതാണ് എന്തായിട്ട് വരിക? സിലിണ്ടർ ആയിട്ട് വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ 2 എൻഡിലും ആരുണ്ട്? ഓരോ ഹെമിസ്ഫിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെമിസ്ഫിയർ ഇവിടെ, അതേപോലെ ഒരു ഹെമിസ്ഫിയർ ഇവിടെ. ഓക്കെ, ജസ്റ്റ് ഫിഗർ നോട്ട് ചെയ്താൽ മതി. ഒരു സിലിണ്ടർ ഉള്ളിൽ, ആ സെൻറ്റർ ഭാഗം സിലിണ്ടർ, 2 ഹെമിസ്ഫിയർ. നോക്ക് എന്തൊക്കെ തന്നെ. ഫുൾ ഹൈറ്റ് ഓഫ് ദ സോളിഡ് 20 cm എന്നാണ് പറഞ്ഞത്. ആ ഫുൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ ഉണ്ടാവും? ഇവിടെ മുതൽ ഇവിടം വരെ 20 ആയിരിക്കും. ഇത് മൊത്തം 20. ഓക്കെ, മൊത്തം 20. പിന്നെ എന്താ പറഞ്ഞത്? ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം എന്തായിരിക്കും? 7 ആയിരിക്കും വരിക. അതേപോലെ ഇത്രയും ഭാഗം എന്തായിരിക്കും വരിക? 7 ആയിരിക്കും വരിക. സിലിണ്ടറിൻ്റെ ഡയമീറ്റർ 7 എന്ന് പറഞ്ഞാൽ നോക്ക്, നമ്മുടെ ആ 2 ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ തന്നെ ആയിരിക്കും? 7 തന്നെ ആയിരിക്കും വരിക. ഓക്കെ, ഹെമിസ്ഫിയറിൻ്റെ ഇവിടെ ഹെമിസ്ഫിയർ ആകുമ്പോൾ അതിന് റേഡിയസ് ഉണ്ടാവുള്ളൂ. റേഡിയസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരിക? 7ൻ്റെ പകുതി 7/2 വരും. ഇത്രയും ഭാഗം 7/2. ഓക്കെ, അതേമാതിരി ഇവിടെ ഇത്രയും ഭാഗം എന്താ വരിക? 7/2 വരും. ക്ലിയർ ആണോ? ഓക്കെ, മൊത്തം ഡയമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും വരിക കേട്ടോ. ഇത് റേഡിയസ് അല്ലേ? ഇത് മൊത്തം ഡയമീറ്റർ, ഇത് ഒരു റേഡിയസ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അത് 2 7/2. ഓക്കെ, ഇത് 7/2 പറഞ്ഞാൽ 3.5, ഇതും 7/2 പറഞ്ഞാൽ 3.5. അപ്പോൾ ഈ ഭാഗം എത്ര വരിക? ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്ര വരിക? സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 20ന്ന് 2 7/2 മൈനസ് ചെയ്യുക. 2 7/2 മൈനസ് ചെയ്യുക പറഞ്ഞാൽ ഒരു 7 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ത് വരും? 20 - 7 വിച്ച് ഇസ് ഈക്വൽ ടു 13 എന്നാണ് വരിക കേട്ടോ. 13 cm ആയിരിക്കും ആരുടെ ഹൈറ്റ്? 13 cm ആയിരിക്കും നമ്മുടെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ റഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? നോക്ക്, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ h ആയിട്ട് എടുത്താൽ അത് 13 cm വരും. റേഡിയസ് എന്തായിട്ട് വരും? റേഡിയസ് 7/2 ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ടോട്ടൽ വോളിയം ഓഫ് ദ സോളിഡ് കാണണം. ഈ വോളിയത്തിൻ്റെ സോളിഡിൻ്റെ ടോട്ടൽ വോളിയം എങ്ങനെ കാണാം? ഒരു ആരുണ്ട്? ഒരു സിലിണ്ടർ ഉണ്ട്, അതേപോലെ തന്നെ 2 ഹെമിസ്ഫിയറും ഉണ്ട്. 2 ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ വോളിയം ആയിരിക്കും? വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ്
സ്പിയറിന് ഈക്വൽ ആയിരിക്കും. വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് സ്പിയർ. എന്താ സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ? സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് സ്പിയറിൻ്റെ വോളിയം എന്താ? സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 4/3 പൈ ആർ ക്യൂബ് എന്നാണ് കേട്ടോ. അപ്പോൾ 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ്. ഓക്കെ, എന്തൊക്കെ കോമൺ ആയിട്ടുള്ളത്? രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കാം. എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു പൈ ആർ സ്ക്വയർ ഉണ്ട്. ഈ പൈ ആർ ക്യൂബിലും ആരുണ്ട്? ഒരു പൈ ആർ സ്ക്വയർ കോമണാണ്. അപ്പോൾ ഞാൻ 2 പൈ ആർ സ്ക്വയർ പുറത്തെടുത്തു. അപ്പോൾ ഒരു പൈ ആർ സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? ഇവിടെ ആരുണ്ട്? ഒരു എച്ച് ഉണ്ട് പ്ലസ് പിന്നെ ആരുണ്ട്? ഒരു 4/3 ആറും ഉണ്ട്. ഓക്കെ, ഇനി വാല്യൂ കൊടുത്തു. ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7/2 ആണ്. പൈ എന്ന് പറഞ്ഞാൽ 22/7. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കൊടുത്താൽ എന്താ വരിക? 22/7 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7/2 ഇൻറ്റു 7/2. ഓക്കെ, ബ്രാക്കറ്റിൽ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയാൽ? 13 എന്നാണ് കിട്ടിയത്. അപ്പോൾ 13 പ്ലസ് 4/3 ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ 7/2. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? ഇവിടെ ഒരു 7ഉം ഒരു 7ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഒരു 2ഉം 22ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് വരും? 11 എന്ന് വരും. ഇനി ബാക്കി എന്താ ആൻസർ ഉള്ളത്? 11 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 77. ഓക്കെ, ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. 11 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 77. 77/2 ഇൻറ്റു പിന്നെ എന്താ ഉള്ളത്? 13 പ്ലസ് ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് എന്ത് വരും? 2 എന്ന് വരും. 2 ഇൻറ്റു 14/3 വരും. അപ്പോൾ 13 പ്ലസ് 14/3. ഓക്കെ, ഒന്നും കൂടി ഇത് റെസിപ്രോക്കൽ ഫാക്ടർ ഇത് ചെയ്താലോ, ആഡ് ചെയ്താലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? 77/2 ഇൻറ്റു ക്രോസ് ചെയ്താൽ 39 പ്ലസ് 14/3. ആൻസർ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 77/2 ഇൻറ്റു 39 പ്ലസ് 40 എന്ന് പറയുമ്പോൾ 53/3. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും നമ്മുടെ വോളിയം വരിക. ടോട്ടൽ വോളിയം 77/2 ഇൻറ്റു 53/3 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യണേ, മൾട്ടിപ്ലൈ ചെയ്താലേ ആൻസർ കിട്ടുള്ളൂ. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എ കോൺ ആൻഡ് എ സ്പിയർ ഹാവ് ഈക്വൽ റേഡിയൈ ആൻഡ് ഈക്വൽ വോളിയം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ സ്പിയർ ടു ദ ഹൈറ്റ് ഓഫ് ദ കോൺ? ഒന്നുമില്ല, ഒരു കോണിനും അതേപോലെ ഒരു സ്പിയറിനും എന്താണെന്ന് പറഞ്ഞത്? ഈക്വൽ റേഡിയസും ആണ്, ഈക്വൽ വോളിയം ആണ്. ഓക്കെ, കോണിൻ്റെ ഷേപ്പ് നമ്മളൊക്കെ എങ്ങനെ വരക്കാം? കോൺ എന്ന് പറഞ്ഞാൽ നോക്ക്, ഇതാണ് നമ്മുടെ കോൺ. ഓക്കെ, അതേപോലെ തന്നെ വേറെ ആരും കൂടി ഉണ്ട്, ഒരു സ്പിയർ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഓക്കെ, ഫൈൻ. എന്താ സ്പിയർ? ഇതിൻ്റെ രണ്ടിൻ്റെ റേഡിയസ് സെയിമാണ്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഈ റേഡിയസ് എന്താ വരിക? ഈ റേഡിയസ് 6. അതേപോലെ തന്നെ ഇതിൻ്റെ വോളിയം ഓഫ് കോണും വോളിയം ഓഫ് സ്പിയറും എന്താ? സെയിമാണ്. വോളിയം ഓഫ് സ്പിയറും സെയിമാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈറ്റിൻ്റെയും ഡയമീറ്ററിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയം ഓഫ് കോൺ നമുക്ക് തന്നത് വെച്ചിട്ട് എന്ത് ചെയ്താൽ? വോളിയം ഓഫ് കോൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്പിയർ. എന്താ കോണിൻ്റെ വോളിയം കാണാൻ ഇക്വേഷൻ? കോണിൻ്റെ വോളിയം കാണാൻ ഇക്വേഷൻ ആണെന്ത്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു സ്പിയറിൻ്റെ വോളിയം കാണാൻ ഇക്വേഷൻ ആണെന്ത് വരിക? 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, റേഡിയസ് സെയിം എന്നല്ല പറഞ്ഞേ. അപ്പോൾ സെയിം ആയിട്ടുള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരേ റോലാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നോക്കും, ഇവിടെ ഒരു 3 ക്യാൻസൽ ആയി പോവും, ഇവിടെ ഒരു 3 ക്യാൻസൽ ആയി പോവും, ഇവിടെ ഒരു പൈ ക്യാൻസൽ ആയി പോവും, ഇവിടെ ഒരു പൈ ക്യാൻസൽ ആയി പോവും. ഇനി ആർ സ്ക്വയർ ക്യാൻസൽ ആയി പോവും. ആർ ക്യൂബിൽ ഒരു ആർ സ്ക്വയർ ക്യാൻസൽ ആയിട്ട് പോയിട്ട് 6 മാത്രം ഉണ്ടാവും. ബാക്കി ഇനി എന്താ ഉള്ളത്? എച്ച് ഇസ് ഈക്വൽ ടു 4r എന്നാണ് ഉള്ളത്. നമുക്ക് റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ അല്ല വേണ്ടത്, നമുക്ക് ആരാ വേണ്ടത്? ഡയമീറ്ററാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് ആണ്. അപ്പോൾ ഈ 4rന് പകരം ഞാൻ എഴുതാൻ പോവാണ് എച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2r. 2rന് പകരം ഞാൻ എന്ത് ചെയ്തും? 2r എന്ന് പറഞ്ഞാൽ ഡയമീറ്ററാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി. ഇനി ആരെ വേണം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയമീറ്റർ ടു ദ ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ d/h ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഇൻറ്റു എച്ച് അങ്ങോട്ട് പോയാൽ എന്തായി? ഡിവൈഡഡ് ബൈ എച്ച് ആയി. ഇൻറ്റു 2 ഇങ്ങോട്ട് പോയാൽ 1/2 ആയി. അപ്പോൾ 1/2 ഈക്വൽ ടു d/h. ഇതാണ് നമ്മുടെ റേഷ്യോ. അപ്പോൾ ആൻസർ എന്ത് വരും? 1/2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്ക്. എ റെയിൻ വാട്ടർ ഫ്രം എ റൂഫ് ഓഫ് ഡയമെൻഷൻ 20 meter into 20 meter drains into a cylindrical vessel having diameter of base 2 meter and the height 3.5 meter. If the rainwater collected from the roof is just fill the cylindrical vessel. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ വീടിൻ്റെ റൂഫിൽ എന്തുണ്ട്? ഒരു എന്ത് ഷേപ്പിലാണ്? ക്യൂബോയിഡ് ഷേപ്പിലാണ് അല്ലേ? നമ്മുടെ റൂഫ് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ആ ക്യൂബോയിഡ് ഷേപ്പിൽ മൊത്തം എന്ത് ഫില്ല് ചെയ്തു?
വാട്ടർ ഫില്ല് ചെയ്തു. എന്നിട്ട് ആ വാട്ടർ ഞാൻ എന്തിലേക്ക് സ്റ്റോർ ചെയ്തു? ഒരു സിലിണ്ടറിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള റൂഫിലുള്ള ക്യൂബോയിഡിലുള്ള വോളിയം സിലിണ്ടറിലുള്ള വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ റൂഫിൽ എത്ര ഹൈറ്റ് വരെ എന്തുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫിഗർ വരക്കുകയാണെങ്കിൽ എൻ്റെ റൂഫ് ഞാൻ എന്ത് ഫോമില? ക്യൂബോയിഡ് ഫോമില. ക്യൂബോയിഡ് ഫോം പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയല്ലേ വരിക? ക്യൂബോയിഡ് ഫോമിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത്ത്, ബ്രെഡ്ത്ത് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്യൂബോയിഡിൽ മൊത്തം എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്? വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എത്ര ഹൈറ്റ് വരെ വെള്ളം ഉണ്ട് എന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷനായിട്ട് ഇത് 22 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബേസ് 22, അതേപോലെ ബ്രെഡ്ത്ത് എന്ത് തന്നിട്ടുണ്ട്? 20 തന്നിട്ടുണ്ട്. ഈ ഹൈറ്റ് H ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതിലുള്ള ഫുൾ വാട്ടർ ഞാൻ എന്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ സിലിണ്ടറിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ സിലിണ്ടറിൻ്റെ ഡയമെൻഷൻ തന്നെ? സിലിണ്ടറിൻ്റെ ബേസ് ഡയമീറ്റർ 2 ആണ്. ബേസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് 2 ആണെങ്കിൽ റേഡിയസ് എന്താ വരിക? റേഡിയസ് 1 എന്ന് വരും. പിന്നെ അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് 3.5 എന്നാണ്. ഹൈറ്റ് 3.5 പറഞ്ഞാൽ എന്താ? 3.5 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആയിട്ട് എടുക്കാം? 3.5 എന്ന് പറഞ്ഞാൽ നമ്മൾ 7/2 ആയിട്ട് എടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആൻസർ സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 7/2 ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് കിട്ടി, റേഡിയസ് കിട്ടി. ക്ലിയർ ആയിട്ട് ചെയ്തൂടെ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്ക്, ഇതിൻ്റെ രണ്ടിൻ്റെയും വോളിയം സെയിം ആയിരിക്കും നമുക്കറിയാം. കാരണം റെയിൻ വാട്ടർ ഏതിലേക്ക് വരുന്നതെന്നാണ് പറഞ്ഞത്? ഈ നമ്മുടെ വീടിൻ്റെ റൂഫ് ടോപ്പിലേക്ക് വരികയാണ്. റൂഫ് പറഞ്ഞാൽ ക്യൂബോയിഡ് ഷേപ്പിൽ. അപ്പോൾ ഈ ക്യൂബോയിഡ് ഷേപ്പിൽ സ്റ്റോർ ചെയ്യണ വെള്ളം എന്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ സിലിണ്ടറിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ക്യൂബോയിഡ് ഷേപ്പിൽ സ്റ്റോർ ചെയ്യണ വെള്ളം എന്തിന് ഈക്വൽ ആയിരിക്കും? സിലിണ്ടറിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ക്യൂബോയിഡിൻ്റെ വോളിയം ഞാൻ സ്റ്റോർ ചെയ്യണ സിലിണ്ടറിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ വോളിയം ഓഫ് ക്യൂബോയിഡ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ. ഓക്കെ, ക്യൂബോയിഡിൻ്റെ വോളിയം എങ്ങനെ കാണാം? വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. നമ്മൾ ക്യൂബ് ചെയ്യുന്ന പോലെ തന്നെ എല്ലും ബിയും ഡിഫറെൻ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? L ഇൻറ്റു ബി ഇൻറ്റു H ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? πr²h. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ക്യൂബോയിഡിൻ്റെ L എന്ന് പറഞ്ഞാൽ 22 ആണ്, ബി എന്ന് പറഞ്ഞാൽ 20 ആണ്, H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. H കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ π 22/7 ആണ്. R എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞത്? R എന്ന് പറഞ്ഞാൽ മൊത്തം ഡയമീറ്റർ 2 എന്നല്ലേ പറഞ്ഞത്? ബേസ് ഡയമീറ്റർ 2 എന്നാണ് പറഞ്ഞത്. ഡയമീറ്റർ 2 ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും റേഡിയസ് 1 വരും. 1 മീറ്റർ അല്ലേ? ഓക്കെ ഫൈൻ, 1 മീറ്റർ. ദെൻ പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് 3.5 എന്നാണ്. 3.5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? 7/2 എന്ന് എടുക്കാം. ഓക്കെ ഫൈൻ. ഇത് 2 H കേട്ടോ. ഇതിന് വേണമെങ്കിൽ ഇതിനെ ക്യാപിറ്റൽ H എന്ന് വിളിച്ചോ. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഞാൻ ക്യാപിറ്റൽ H ആയിട്ട് എടുത്തു കേട്ടോ. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ക്യാപിറ്റൽ H ആയിട്ട് എടുത്തു, മറ്റേത് സ്മോൾ h. ഫൈൻ, ഇനി ചെയ്യാം. ലെങ്ത്ത് നമുക്കറിയാം എത്രയാ? 22 ഇൻറ്റു ബ്രെഡ്ത്ത് 20 ഇൻറ്റു H ഈക്വൽ ടു എന്താ? π എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ അറിയുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 1² ഇൻറ്റു H എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതിൻ്റെ H എന്ന് പറയുമ്പോൾ 7/2. ഓക്കെ, ഇനി ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? ഒരു 7 ക്യാൻസൽ ചെയ്യും, ഒരു 2ഉം 22ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എന്താ വരിക? ഇവിടെ 11 മാത്രമേ ഉണ്ടാവുക. ഓക്കെ ഫൈൻ. ഇനി അടുത്തത് ഇവിടെ നമുക്ക് H അല്ലേ കണ്ടുപിടിക്കണ്ടേ? H എന്ന് പറഞ്ഞാൽ ഈ 2 × 22 അങ്ങോട്ട് പോകും, താഴോട്ട് പോകും. ഇതിനപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ താഴേക്ക് വരിക. അപ്പോൾ H ഇസ് ഈക്വൽ ടു 11/22 ഇൻറ്റു 20. ഓക്കെ, ഇനി ഇതെന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ? 11 വെച്ച് ക്യാൻസൽ ചെയ്താൽ 1 വരും, 22 11 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2 വരും. അപ്പോൾ ആൻസർ എന്ത് വരും? 1/2 ഇൻറ്റു 20 പറയുമ്പോൾ 40, 1/40 മീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിനെ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ മതി? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ആവും കേട്ടോ. 100 × 40 വരും. ഇതങ്ങനെ വരിക, 1/40 ഇൻറ്റു 100. ക്യാൻസൽ ചെയ്താൽ 0 ക്യാൻസൽ ചെയ്ത് 10/4 എന്ന് പറയുമ്പോൾ 2.5 സെൻറ്റിമീറ്റർ. വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഫൈൻ, ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള റൂഫ് ടോപ്പ് എന്തായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം? അസ്യൂം ചെയ്യില്ല, അങ്ങനെ തന്നെയാണ്. എന്താണ്? ക്യൂബോയിഡ് ഫോമിലാണ് ഉള്ളത്. കാരണം നമുക്കറിയാലോ കുറച്ചിങ്ങനെ പൊന്തിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ സ്റ്റോർ ചെയ്യുന്ന വാട്ടർ മൊത്തം നമ്മൾ എന്തിലേക്ക് എടുത്തു? സിലിണ്ടറിലേക്ക് എടുത്തു. അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്യുന്ന വാട്ടറും നമ്മുടെ സിലിണ്ടറിലേക്ക് എടുക്കുന്ന വാട്ടറും സെയിം വോളിയം ആയിരിക്കും. ആ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഹൈറ്റ് വരെ നമ്മുടെ ക്യൂബോയിഡിൽ വാട്ടർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫ് ടോപ്പിൽ വെള്ളം ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കും. ആ റൂഫ് ടോപ്പിൽ വെള്ളം ഉള്ളതാണ് ഈ കണ്ടുപിടിച്ചത് 2.5 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 1/40 മീറ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? ശ്രദ്ധിക്കണേ.
a solid right circular cone of height 120 centimeter and radius 60 centimeter is placed in a right circular cylinder full of water of height 180 centimeter such that it touches its bottom. Find the volume of the water left in the cylinder. Okay, fine. ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ഇമ്മേഴ്സ് ചെയ്തു, ഒരു കോണ് ഞാൻ എന്ത് ചെയ്തു ഉള്ളിലേക്ക് ഇട്ടു. അപ്പോൾ സിലിണ്ടറാണ് വലുത്. ഇവിടെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ഇട്ടു എന്നാണ് പറഞ്ഞത്, സിലിണ്ടറിൻ്റെ ഉള്ളിൽ, സിലിണ്ടർ ഫുൾ ഓഫ് വാട്ടർ കേട്ടോ, സിലിണ്ടറിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ ഉള്ളിൽ ഫുള്ള് വാട്ടറാണ് ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ, അതിലേക്ക് ഞാൻ എന്ത് ഇട്ടു, കോൺ ഇട്ടു. അപ്പോൾ അതിന് എന്ത് ചെയ്യും, വെള്ളം പുറത്തേക്ക് ചാടിയിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാനാണ് അതിവിടെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു കോൺ ഇട്ടു എന്ന് പറഞ്ഞാൽ കോണിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരും അല്ലേ. കോണിൻ്റെ എന്തൊക്കെ തന്നെ, റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഹൈറ്റ് റേഡിയസ് സെയിം 180 അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ആ കോണിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിട്ടുണ്ടാവുക. ഇതാ വേറൊരു കളർ കൊണ്ട് വരച്ചാൽ ഇതാ ഇങ്ങനെയാണ് കോൺ ഉണ്ടാവുക. ഇതാണ് ആ കോണ്. ഇതിൻ്റെ ഉള്ളിൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു കോണ് വന്നു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തായിരുന്നു ആ കോണിൻ്റെ ഹൈറ്റ് 120, കോണിൻ്റെ ഹൈറ്റ് 120 പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് വരിക, 128 വരിക. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ, അടുത്ത എന്താ പറഞ്ഞത്, അതിൻ്റെ റേഡിയസ് 60 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് എന്ത് വരും, 60 വരും. ഇനി അതേപോലെ തന്നെ വേറെ ഒന്നും കൂടി തന്നിട്ടുണ്ട്. എന്താ, നമ്മുടെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 180, സിലിണ്ടറിൻ്റെ ഹൈറ്റ് 180, സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം 180. ഓക്കെ ഫൈൻ. ഓക്കെ, അടുത്ത ഇനി എന്താ പറഞ്ഞത്, സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സെയിം ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, കോണിൻ്റെ റേഡിയസിൻ്റെ സെയിം. അപ്പോൾ ഇതെന്ത് വരും, 60 തന്നെ വരും. ഓക്കെ ഫൈൻ. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണ്ടേ, ഓക്കെ, ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ ദ സിലിണ്ടർ എന്ന് പറഞ്ഞ് നോക്കി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അറിയാം. എന്താ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തിൻ്റെയും ഉള്ളിലേക്ക്, ഫുൾ ഓഫ് വാട്ടറിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ ഇടുന്ന എന്താണോ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണത്, ആ ഇൻസേർട്ട് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ വോളിയം തന്നെ ആയിരിക്കും അതിന് എന്ത് ചെയ്യുക, ഇമ്മേഴ്സ് ചെയ്ത് പോവുക, അതിന് ഡിസ്പ്ലേസ് ചെയ്ത് പോവുക. അപ്പോൾ നോക്ക്, ഞാൻ ഇവിടെ എന്താ ഇടുന്നത്, ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു കോണാണ് ഇൻസേർട്ട് ചെയ്യണത്. അപ്പോൾ ആ കോണിൻ്റെ വോളിയത്തിലുള്ള എമൗണ്ട് ഓഫ് വാട്ടർ എന്ത് ചെയ്യും, അതിന് ഡിസ്പ്ലേസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, വാട്ട് ഈസ് ദ വോളിയം വാട്ടർ ലെഫ്റ്റ് ഇൻ ദ കോണ. അപ്പോൾ നോക്ക്, ഞാൻ എന്താ അതിൻ്റെ ഉള്ളിലേക്ക് ഇടണേ, ഒരു കോണാണ് ഇടുന്നത്. അപ്പോൾ ആ കോണിൻ്റെ വോളിയം അല്ല വാട്ടർ എന്ത് ചെയ്ത് പോയിട്ടുണ്ടാവും, ഡിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ്, വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് ഈക്വൽ ടു എന്തിനോടായിരിക്കും ഈക്വൽ, വോളിയം ഓഫ്, അതിലുള്ള ഫുൾ വോളിയം ഓഫ് സിലിണ്ടർ, വോളിയം ഓഫ് സിലിണ്ടർ മൈനസ്, എന്താ മൈനസ് ചെയ്യേണ്ടത്, എന്താ ഞാൻ ഇൻസേർട്ട് ചെയ്തത്, കോണാണ് ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ വോളിയം ഓഫ് കോണ് മൈനസ് ചെയ്യണം. ഓക്കെ, എന്ത് വരും, വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നമുക്കറിയാം, πr²h. ഞാൻ ഈ എച്ച് ക്യാപിറ്റലായിട്ട് എടുത്തിട്ടോ, ഇത് എച്ച്, ഇത് സ്മോൾ എച്ചും. ഓക്കെ ഫൈൻ. πr²h ആണ് എന്തിൻ്റെ വോളിയം, സിലിണ്ടറിൻ്റെ വോളിയം, മൈനസ് എന്താ മൈനസ് ചെയ്യേണ്ടത്, കോണിൻ്റെ വോളിയം എന്തായിരുന്നു, 1/3 πr²h. ഇവിടെ എന്തൊക്കെ കോമണാ, πr² രണ്ട് സൈഡിലും കോമണാ. അപ്പോൾ ഞാൻ πr² കോമൺ ആയിട്ട് പുറത്തെടുത്തു. πr² കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും, πr² കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ ഒരു എച്ചും ഉണ്ട്, മൈനസ് ഇവിടെ ഒരു h/3 ഉണ്ട്. ഓക്കെ, ഇനി ആൻസർ എന്ത് വരും, പൈൻ്റെ വാല്യൂ 22/7, വാല്യൂസ് കൊടുക്കട്ടോ, π 22/7 ഇൻറ്റു റേഡിയസ് എത്രയാ, റേഡിയസ് 60 അല്ലേ, 60 × 60 ബ്രാക്കറ്റിൽ എച്ച് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ 180 മൈനസ് h/3 എന്ന് പറഞ്ഞാൽ 120/3, 120/3 വരുമ്പോൾ 40. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 22/7 ഇൻറ്റു 60 × 180 മൈനസ് 40 വരുമ്പോൾ 140 വരും. ഓക്കെ, ഇവിടെ നിന്ന് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും, 140യും 7യും ക്യാൻസൽ ചെയ്ത് പോകും. 7ൽ 1 പ്രാവശ്യം, 14ൽ 2 പ്രാവശ്യം, അപ്പോൾ 140ൽ 20 ടൈംസ്. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആയിട്ടോ, 22 × 60 × 60 × 180. അപ്പോൾ 360 2 എന്ന് പറയുമ്പോൾ 72000 22 144 ആൻസർ എന്തൊരു 1584000. ഓക്കെ, ആൻസർ ഇത്ര വരും കേട്ടോ, 1584
000 സെൻറ്റിമീറ്റർ ക്യൂബ്. 1584,000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിയാൽ കേട്ടോ. 36 × 2 പറയുമ്പോൾ 72 144 1584,000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ മീറ്റർ ക്യൂബിക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? സെൻറ്റിമീറ്റർ ക്യൂബിനെ ഡിവൈഡഡ് ബൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഫൈൻ, നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 100 × 100 × 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 100 × 100 × 100 എന്ന് പറയുമ്പോൾ എത്ര സീറോസ് ഉണ്ടാവും? 6 സീറോസ് വരും. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരിക? 1.584 മീറ്റർ ക്യൂബ് എന്നാട്ട് വരിക. വേണ്ട, ഇങ്ങനെ വെച്ചാൽ മതി. ക്ലിയറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? മെറ്റാലിക് സിലോ. എന്താ സിലോ എന്ന് പറഞ്ഞാൽ? സിലോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനം. അതിനൊരു സിലിണ്ടർ ഉണ്ടാവും, സിലിണ്ടറിൻ്റെ മുകളിൽ ഒരു കോണും ഉണ്ടാവും. മെറ്റാലിക് സിലോസ് ആർ യൂസ്ഡ് ബൈ ഫാമേഴ്സ് ഫോർ സ്റ്റോറിങ് ഗ്രെയിൻസ്. ഫാമർ ആവുന്ന വേണ്ട, ഡിസൈഡഡ് ടു ബിൽഡ് എ ന്യൂ സിസ്റ്റം. ഓക്കെ ഫൈൻ. അതിനെന്തൊക്കെ തന്നെ? അതിൻ്റെ കോണിക്കൽ പാർട്ടിൻ്റെ ഡയമെൻഷൻ തന്നു, അതേപോലെ തന്നെ സിലിണ്ട്രിക്കൽ പാർട്ടിൻ്റെ ഡയമെൻഷൻ തന്നു. അപ്പോൾ അതിൻ്റെ ഫിഗർ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ ആരുണ്ടാവും? ഒരു കോണുണ്ടാവും. ഏകദേശം ഈ ഒരു ഷേപ്പിലുണ്ടാവും കേട്ടോ. ആ കോണിക്കൽ പാർട്ട് കുറച്ചും കൂടി വലുതായിരിക്കും. പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷൻ ഓഫ് ദ കോണിക്കൽ പാർട്ട് ഓക്കെ 2 മീറ്ററാണ് ഹൈറ്റ്. ഇത് 2 മീറ്റർ വരും. ഹൈറ്റ് 2 മീറ്റർ. റേഡിയസ് എത്രയെന്ന് പറഞ്ഞത്? റേഡിയസ് 1.5. 1.5 എന്ന് പറയാൻ നമുക്ക് 3/2 ആയിട്ട് എടുക്കാം. റേഡിയസ് എന്ന് പറയുമ്പോൾ റേഡിയസിനെ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്, ഇത് കുറച്ച് വലുത് വരക്കാം. ഓക്കെ നോക്ക്, ഇതാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ സിലോൻ്റെ ഹൈറ്റ് 2 മീറ്റർ. അപ്പോൾ ഹൈറ്റ് 2 മീറ്റർ ആയിട്ട് എടുത്തു. റേഡിയസ് 1.5 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എടുക്കാം? 3/2 ആയിട്ട് എടുക്കാം. ഇനി സിലിണ്ട്രിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. എന്താ സിലിണ്ട്രിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ്? 7 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ സിലിണ്ട്രിക്കൽ പാർട്ട് 7, കോണിക്കൽ പാർട്ട് 2 ആട്ടോ. അവൻ പുറത്ത് വരച്ചതാണ് കോണിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ്. കോണിക്കൽ പാർട്ട് ഹൈറ്റ് 2 മീറ്റർ, റേഡിയസ് 3/2. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെയും 3/2 ആയിട്ട് വരിക. ഓക്കെ ഫൈൻ. അതിൻ്റെ സിലിണ്ട്രിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ് 7. എന്താ കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ ഓഫ് ദ സിലോ. എന്താ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ? സിലോൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? ഈ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ. അതിൻ്റെ മുകളിൽ ഇത് വെച്ചു എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ ബേസ് ഏരിയ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ബേസ് ഏരിയ ഉണ്ടാവില്ല. താഴെ നമ്മൾ കൂട്ടൂല. ഇങ്ങനെ ടെൻറ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സിലോ എന്നൊക്കെ പറയുമ്പോൾ ബേസ് ഏരിയാസ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കേർവ്ഡ് സർഫസ് ഏരിയയും പ്ലസ് ആരും കൂടി ഉണ്ടാവും? കോണിൻ്റെ കേർവ്ഡ് സർഫസും കൂടി ഉണ്ടാവും. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലോ. അപ്പോൾ സിലോൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? CSA ഓഫ് കോൺ പ്ലസ് CSA ഓഫ് സിലിണ്ടർ. ഇങ്ങനെ ആയിരിക്കും എന്ത് വരിക? സർഫസ് ഏരിയ ഓഫ് ആര് വരിക? സർഫസ് ഏരിയ ഓഫ് സിൽ. അപ്പോൾ അതേപോലെ തന്നെ വോളിയം എന്ന് പറഞ്ഞാൽ ആരൊക്കെ വോളിയം ഉണ്ടാവും? ഈ സിലിണ്ടറിൻ്റെ വോളിയം ഉണ്ടാവും, പ്ലസ് ആരും കൂടി ഉണ്ടാവും? നമ്മുടെ കോണിൻ്റെ വോളിയം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സർഫസ് ഏരിയ ഓഫ് സിലോ എന്ന് പറഞ്ഞാൽ എന്താ? CSA ഓഫ് കോണും ഉണ്ടാവും, അതേപോലെ തന്നെ CSA ഓഫ് സിലിണ്ടറും ഉണ്ടാവും. അതേമാതിരി വോളിയം ഓഫ് സിലോ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? സിലിണ്ടറിൻ്റെ വോളിയം ഉണ്ടാവും, അതേപോലെ തന്നെ കോണിൻ്റെ വോളിയം ഉണ്ടാവും. ഓക്കെ, നമുക്കിത് ചെയ്യാം. ആദ്യം സർഫസ് ഏരിയ ചെയ്യാം. എന്താ സർഫസ് ഏരിയ? കോണിൻ്റെ സർഫസ് ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? കോണിൻ്റെ സർഫസ് ഏരിയ കാണാൻ ഇക്വേഷൻ സർഫസ് ഏരിയ ഓഫ് കോൺ എന്താ? കോണിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr/L ആയിരുന്നു ആരുടെ സർഫസ് ഏരിയ? കോണിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കോണിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr/L ആയിരുന്നു. πr/L. അതേമാതിരി സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr/h. ഇനി അതേപോലെ തന്നെ വോളിയം ഓഫ് കോൺ എന്തായിരുന്നു നമുക്കറിയാം? വോളിയം ഓഫ് കോൺ എന്ന് പറയുമ്പോൾ 1/3 πr²h ആയിരുന്നു. അതേമാതിരി സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ πr²h ആയിരുന്നു. ഓക്കെ, ഇത് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതിൻ്റെ ആൻസർ അപ്പുറത്ത് ചെയ്താൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ റേഡിയസ് ഓഫ് കോണ് രണ്ടിൻ്റെ റേഡിയസ് സെയിം ആണ്, ഹൈറ്റിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അതേമാതിരി ഇവിടെ ആരുടെ ഹൈറ്റും കൂടി കാണേണ്ടി വരും? കോണിൻ്റെ ഹൈറ്റും കൂടി എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, കോണിൻ്റെ ഹൈറ്റ് എങ്ങനെ കാണാം? ഇവിടെ നോക്ക്, ഇതെന്ത് ഫോർമുല? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ട്രയാങ്കിളിൻ്റെ പൈതഗോറസ് തിയറി യൂസ് ചെയ്താൽ പോരെ? നമുക്ക് എന്താ അറിയാം? ഹൈറ്റ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ L കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എന്തായിരുന്നു? L² = R² പ്ലസ് H² എന്നാണ്. അപ്പോൾ R² എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? 3/2 സ്ക്വയർ. 3/2 സ്ക്വയർ പറയുമ്പോൾ 9/4 പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 9 + 16/4 വിച്ച് ഈസ് ഈക്വൽ ടു 25/4. 25/4 പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ എന്താ വരിക? L എന്ന് പറഞ്ഞാൽ √25/4 പറഞ്ഞാൽ 5/2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ L എന്ത് കിട്ടി? L is equal to 5/2 എന്ന് കിട്ടി നമ്മുടെ L. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിൽ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഫൈൻ. എന്താ കാണേണ്ടത്? ആദ്യം
നമുക്ക് സി എസ് എ ഓഫ് സിലോ ആണ് കാണേണ്ടത്. സിലോൻ്റെ സി എസ് എ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, ആരുടെയൊക്കെ ഏരിയ ഉണ്ടാവും, സി എസ് എ ഓഫ് കോൺ പ്ലസ് അതേപോലെ തന്നെ ആരും ഉണ്ടാവും, സി എസ് എ ഓഫ് സിലിണ്ടറും ഉണ്ടാവും. കോണിൻ്റെ സി എസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പൈ ആർ എൽ പ്ലസ് സിലിണ്ടറിൻ്റെ സി എസ് എ എന്ന് പറയുമ്പോൾ 2πRH. ഇവിടെ ആര് കോമണാ, പൈ ആർ രണ്ട് സൈഡിലും കോമണാ. അപ്പോൾ അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക, പൈ ആർ ഇൻറ്റു എൽ പ്ലസ് 2H എന്നുണ്ടാവും. ഓക്കെ, പൈ ആർ എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ 3/2 ആയിരുന്നു. എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 5/2 ആണ്. എൽ 5/2 പ്ലസ് 2H എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഹൈറ്റ് എന്തായിരുന്നു വന്നിരുന്നത്, നമ്മുടെ കോണിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ് എന്തായിരുന്നു, ഹൈറ്റ് 2 ആയിരുന്നു കേട്ടോ. 2 അല്ല, ഹൈറ്റ് 7. ഓക്കെ ഫൈൻ, 2 ഇൻറ്റു 7. ഓക്കെ, അപ്പോൾ എങ്ങനെ ആൻസർ വരിക, 2 22 ക്യാൻസൽ ചെയ്താൽ 11 വരും. 11 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 33/7 ഇൻറ്റു ഇവിടെ ഓപ്പൺ ചെയ്താൽ 5/2 പ്ലസ് 40. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 33/7 ഇൻറ്റു 5 പ്ലസ് 28/3 വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക, 33/7 ഇൻറ്റു 5 പ്ലസ് 28 എന്ന് പറയുമ്പോൾ 33/3. ക്യാൻസൽ ചെയ്യുമ്പോൾ 11 വരും. 11 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 363/7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് വരിക, സിലോൻ്റെ സർഫസ് ഏരിയ വരിക. ഇനി അതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം, സിലോൻ്റെ വോളിയം കൂടി കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് സിലോൺ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, സിലോൻ്റെ വോളിയം എങ്ങനെ വരിക, 1/3 πr²h പ്ലസ് നമ്മുടെ πr²h. അപ്പോൾ രണ്ടും കൂടി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ സിലോൻ്റെ സി എസ് എ കണ്ടുപിടിച്ചു. ഇനി അതേപോലെ സിലോൻ്റെ എന്ത് കണ്ടുപിടിക്കാണ്ട്, സിലോൻ്റെ വോളിയം കണ്ടുപിടിക്കാണ്ട്. ഇതാ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, കോൺ പ്ലസ് ആരും കൂടി ഉണ്ട്, സിലിണ്ടർ ആയിട്ടാണ് വരിക. അപ്പോൾ 1/3 πr²h അതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ട്, πr²h. ഓക്കെ, ഇതിൻ്റെ ക്യാപിറ്റൽ H ആയിട്ട് എടുത്തോ കേട്ടോ, ഇതിൻ്റെ ക്യാപിറ്റൽ H ആയിട്ട് എടുത്തോ. രണ്ട് മാറ്റമില്ലേ, രണ്ടായിട്ടല്ലേ വരിക. അപ്പോൾ ഒന്ന് 1/3 πr²h ഒന്ന് πr²h. ഓക്കെ, ഒന്നിൻ്റെ ആർ എന്തായിരുന്നു, ആർ രണ്ടും സെയിമാണ്, 3/2 ആണ് വരുന്നത്. H ഒന്ന് 7ഉം ഒന്ന് 2ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. വോളിയം ഓഫ് സിലോ, വോളിയം ഓഫ് സിലോ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ വോളിയം, വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ. കോണിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 1/3 πr²h പ്ലസ് πr² ക്യാപിറ്റൽ H. ആര് കോമണാ, πr² രണ്ട് സൈഡിലും കോമണാ. അപ്പോൾ പുറത്തെടുക്കുക, πr² പുറത്തെടുത്തു. ബാക്കി ഇനി എന്താ ഉള്ളത്, ഒരു H ഇൻറ്റു 1/3 വരുമ്പോൾ H/3 ഇവിടെ ഓപ്പൺ പ്ലസ് ആരും കൂടി ഉണ്ട്, H/3 പ്ലസ് ഒരു ക്യാപിറ്റൽ Hും കൂടി ഉണ്ട്. ഓക്കെ ഫൈൻ, എന്താ πr² ഇൻറ്റു, ഓക്കെ ഫൈൻ, πr²ൻ്റെ വാല്യൂ കൊടുത്താൽ പോരെ. ഓക്കെ, πr²ൻ്റെ വാല്യൂ വരുമ്പോൾ 22/7 ഇൻറ്റു റേഡിയസ് എന്തായിട്ടാണ് എടുത്തത്, റേഡിയസ് എന്ന് പറയുമ്പോൾ 3/2 ആയിരുന്നു. അപ്പോൾ 3/2 ഇൻറ്റു 3/2 ബ്രാക്കറ്റിൽ എന്ത് വരും, H/3 എന്ന് പറയുമ്പോൾ ഹൈറ്റ് എത്രയായിരുന്നു, സ്മോൾ h നമ്മൾ എന്തായിട്ട് എടുത്തത്, സ്മോൾ h എന്ന് പറയുമ്പോൾ 2ഉം അതേപോലെ മറ്റേത് 7ഉം. ഓക്കെ ഓക്കെ, അപ്പോൾ 2/3 പ്ലസ് 7. ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും, 2 22 ക്യാൻസൽ ചെയ്ത് 11 വരും. 11 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 11 99/7 ഇൻറ്റു 2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, 2 പ്ലസ് 21 എന്ന് പറയുമ്പോൾ 23/3 വരും. 23/3. ഇത് ക്യാൻസൽ ചെയ്താൽ എന്ത് വരും, 1 വരും. ഇതെന്ത് വരും, 33 എന്ന് വരും. ലാസ്റ്റ് ആൻസർ 33 ഇൻറ്റു 23 ഡിവൈഡഡ് ബൈ 28 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇത്രയും വോളിയം കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ വോളിയം കിട്ടും, 33 ഇൻറ്റു 23/28 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 22 ആക്കി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഫൈൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോളിഡ് വുഡൻ ടോയ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹെമിസ്ഫിയർ surmounted by a cone of same radius. The radius of the hemisphere is 3.5 centimeter and the total wood is used to make the toy is 166 5/6 centimeter cube. Find the height of the toy. Also find the cost of the painting hemispherical part of the toy
അറ്റ് ദ റേറ്റ് ഓഫ് 10/cm². ഓക്കെ, ഒന്നുമില്ല. എന്താ പറഞ്ഞത്, ഒരു ടോയ് ഉണ്ട്. ആ ടോയിൻ്റെ ഷേപ്പ് എന്താണ്, ഒരു ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ ഒരു കോണ് സെറ്റ് ചെയ്ത പോലെയാണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഹെമിസ്ഫിയർ ഉണ്ട്. ആ ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ എന്ത് സെറ്റ് ചെയ്തു, ഒരു കോണ് സെറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. ഒരു ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ ഒരു കോൺ. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്, ബൈ കോൺ ഓഫ് റേഡിയസ് 3.5 എന്നാ പറഞ്ഞാൽ റേഡിയസ് 3.5, ഇത് 3.5 നമ്മൾ എന്തായിട്ട് എടുക്കുക, 7/2 ആയിട്ടാട്ടോ എടുക്കുക. അതേപോലെ നെക്സ്റ്റ് വൺ പിന്നെ എന്താ പറഞ്ഞത്, ആൻഡ് ദ ടോട്ടൽ ഹൈറ്റ് വോളിയം. ഓക്കെ, ടോട്ടൽ വോളിയം ഓഫ് ദ ടോയ് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം വോളിയാണ് എന്ത്, ടോട്ടൽ വോളിയം ഓഫ് ദ ടോയ്. വോളിയം ഓഫ് ദ ടോയ് എന്ന് പറഞ്ഞാലാണ് എന്ത് തന്നെ 150 എന്താ നമുക്ക് തന്നെ 166/5/6 അല്ലേ, 166/5/6. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ആൻഡ് ദ ടോട്ടൽ വുഡ് ഈസ് മേക്കിംഗ്. ഓക്കെ, ഫൈൻ ദ ഹൈറ്റ് ഓഫ് ദ ടോയ്. ഈ ടോയുടെ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഉണ്ടാവും. ടോയുടെ ഈ ഹൈറ്റ് മൊത്തം കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഹൈറ്റ് മൊത്തം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ റേഡിയസ് ആണ്. ഇത് 3.5 ആണ് വരിക. 3.5 പ്ലസ് ഇതിൻ്റെ ഹൈറ്റ് എച്ചും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ടോയ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ കൂടിയതാ, വോളിയം ഓഫ് ടോയ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ കൂടിയതാ, വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ. എന്താ ഹെമിസ്ഫിയറിൻ്റെ വോളിയം, വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2/3πr³ പ്ലസ് പിന്നെ ആരും കൂടി ഉണ്ട്, കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3πr²h. ഓക്കെ, നമുക്കിതിൽ വോളിയം ഓഫ് ടോയ് നമുക്കറിയാം എന്താ 166/5/6 ആണ്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യും, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയ 6 × എന്ത് വരിക, 166 × 6 അല്ലേ, 36 പ്ലസ് 3 36 166 × 6 എന്ന് പറയുമ്പോൾ 36, 3 ബാലൻസ് 36, 39, 3 ബാലൻസ് 996 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 1001/6 cm³ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് ടോയ്ക്ക് പകരം എന്ത് ചെയ്തു, 1001/6 എന്ന് എഴുതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ 1001/6 = 2/3. ഇതിലെന്തൊക്കെ കോമണാ, πr²/3 കോമണാ, πr²/3 കോമണാ. അപ്പോൾ πr²/3 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി എന്താ ഉള്ളത്, ഇവിടെ ഒരു 2 ഉണ്ട് പ്ലസ് ഇവിടെ ആരാ ഉള്ളത്, ഒരു എച്ചും ഉണ്ട് അല്ലേ, ഒരു 2r ഉണ്ട്. r² എന്ന് പറയുമ്പോൾ ഒരു r അവിടെ ഉണ്ടാവും. 2r + h ആണ് എന്ത് ചെയ്ത് കോമൺ ആയിട്ട് പുറത്തെടുത്തത്. ഓക്കെ ഫൈൻ. ഇനി എന്തൊക്കെയുണ്ട്, ഇതിന് വാല്യൂ എടുത്താൽ എന്ത് വരും, 1001. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോലെ, ഇത് 2 വരും, ഇത് 1 വരും. ഓക്കെ, അപ്പോൾ /2 which is equal to 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3.5 ആണ്. 3.5 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, 7/2 ഇൻറ്റു 7/2 എന്ന് എഴുതാം. ഇൻറ്റു 2r എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 7/2 പറയുമ്പോൾ 7 വരും. 7 + h. ഓക്കെ, ഇനി ആ 7 + h വെച്ചിട്ട് ബാക്കിയുള്ള ടേം മൊത്തം എന്ത് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരിക. ഇവിടെ കഴിഞ്ഞ് മുമ്പ് ക്യാൻസൽ ചെയ്യുക, ഇവിടെ 1 വരും, ഇത് ക്യാൻസൽ ചെയ്താൽ 11 വരും. ബാക്കി എന്താ ഉള്ളത്, 77/2 വരും. ഈ 2 ക്യാൻസൽ ചെയ്യുക, എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, 1001 / 77 = 7 + h. എന്താ 1001/77 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്ത് പോകുമല്ലോ, കറക്റ്റ്. 77 എന്ന് പറയുമ്പോൾ 1 വരും. എത്ര വരുന്നത്, 23 231 എന്ന് പറയുമ്പോൾ 13 വരും. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് 13 കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 13 = 7 + h എന്നാണ് കിട്ടുക കേട്ടോ. ഫൈൻ. 13 = ഇങ്ങനെ വരും. ഞാൻ പുറത്തോട്ട് എഴുതണ്ടേ. ഇവിടെ എന്താ വരിക, 1001 / 77. ഇങ്ങോട്ട് എഴുതുന്നുണ്ട് കേട്ടോ. 1001 / ഇവിടെ 11ഉം ഇവിടെ ഒരു 7ഉം ആണ് ബാക്കിയുള്ളത്. അത് 77 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 7 + h. 7 + h ചെയ്തപ്പോൾ നമുക്ക് 13 കിട്ടി. 13 = 7 + h. അപ്പോൾ h = എന്ത് വരും, ഈ 13 - 7 വിച്ച് ഈസ് ഈക്വൽ ടു 6 വരും. ഓക്കെ, നമ്മുടെ ഹൈറ്റ് കിട്ടി. എന്താ കിട്ടിയേ, ഹൈറ്റ് =
6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി കേട്ടോ. ഹൈറ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതാണ് എന്തായിട്ട് മാറിയേ? 6 ആയിട്ട് മാറി. ഇനി എന്താ വേണ്ടേ? ഓൾസോ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ഹെമിസ്ഫിയറിക്കൽ പാർട്ട് ഓഫ് ദ ടോയ് അറ്റ് ദ റേറ്റ് ഓഫ് 10/cm എന്ന് പറഞ്ഞാൽ ഈ ഹെമിസ്ഫിയറിക്കൽ പാർട്ട് മാത്രം എന്ത് ചെയ്യണം? പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താ പെയിൻറ്റിങ് പിന്നെ അതേപോലെ പോളിഷിങ്, ഫ്ലോറിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായിട്ട് വരിക? ഏരിയയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹെമിസ്ഫിയറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ഇതാ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. CSA ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2πr² ആണ്. അപ്പോൾ വാല്യൂ എന്ത് വരും? 2 × 22/7 × r² എന്ന് പറയുമ്പോൾ 7/2 × 7/2 7/2 × 7/2 എന്തൊക്കെ വരും? 2 ക്യാൻസൽ ആയി പോവും, 7 ക്യാൻസൽ ആയി പോവും. ബാക്കി ഇനി എന്താ ഉള്ളത്? 2 ും 22 ക്യാൻസൽ ആയി പോയിട്ട് 1 വരും, ഇത് 11 വരും. ബാക്കി ആൻസർ എന്താ ഉള്ളത്? 11 × 7 എന്ന് പറയുമ്പോൾ 77 cm². ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 1 cm²ന് 10 rupees. അപ്പോൾ 77 cm² എത്രയായിരിക്കും? അപ്പോൾ കോസ്റ്റ് ഈക്വൽ ടു 77 × 10 which is equal to 770 വരും. 770 ആണ് എന്തായിട്ട് വരിക? കോസ്റ്റ് ആയിട്ട് വരിക കേട്ടോ. മുകളിൽ എഴുതിയിട്ടുണ്ട് കോസ്റ്റ് ഈക്വൽ ടു 770 rupees. ക്ലിയർ ആണോ? ഫസ്റ്റ് കേസ് നമ്മൾ ഹൈറ്റാണ് കണ്ടത്. ഹൈറ്റ് കണ്ടത് എന്താ? രണ്ടിൻ്റെ വോളിയം ഈക്വൽ ആയിരിക്കും. വോളിയം ഓഫ് ടോയ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ ആണ്. ആ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അവിടുന്ന് ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടി. ദെൻ കോസ്റ്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഫ്രം എ സോളിഡ് സിലിണ്ടർ ഹൂസ് ഹൈറ്റ് ഈസ് 8 cm and radius is 6 cm, a conical cavity of height 8 cm and base radius 6 cm is hollowed out. Find the volume of the remaining solid corrected to 2 decimal places. Also find the total surface area of the remaining solid. ഒന്നുമില്ല, ഒരു സിലിണ്ടറിന് എന്ത് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്? ഓക്കെ, ഒരു സിലിണ്ടറിന് ഒരു കോണിക്കൽ ക്യാവിറ്റി ഓഫ് സെയിം ഹൈറ്റ് സെയിം റേഡിയസ് കട്ട് ചെയ്തു. നോക്ക്, സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്ര തന്നെ? ഹൈറ്റ് 8 cm തന്നെ. അപ്പോൾ 8 cm തന്നെയാണ് ആരുടെ ഹൈറ്റും? നമ്മുടെ കോണിൻ്റെ ഹൈറ്റും വരിക. ദെൻ പിന്നെ എന്താ പറഞ്ഞത്? റേഡിയസ് എത്രയാണ്? റേഡിയസ് 6 cm ആണ്. അപ്പോൾ കോണിൻ്റെ റേഡിയസും സിലിണ്ടറിൻ്റെ റേഡിയസും സെയിമാണ്. അത് രണ്ടും 6. ഓക്കെ, ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. നമുക്ക് ഇതിൻ്റെ ഒരു റേഷ്യോ അറിയാം. എന്താ? വോളിയത്തിൻ്റെ കേസിൽ പറയുമ്പോൾ സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ 1/3 പാർട്ടാണ് ആരുടെ വോളിയം? കോണിൻ്റെ വോളിയം അല്ലേ? സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ 1/3 പാർട്ടാണ് കോണിൻ്റെ വോളിയം. അപ്പോൾ ഈ കോണ് എടുത്ത് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ഒരു 1/3 പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ ടോട്ടൽ വോളിയം എന്തായിട്ട് മാറും? 2/3 ആയിട്ട് മാറും. 2/3 ഓഫ് πr² ആയിട്ട് മാറും. നമുക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. റിമൈനിങ് വോളിയം അല്ലേ കാണണ്ടേ? വോളിയം റിമൈനിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം റിമൈനിങ് ഈക്വൽ ടു എന്താണ് നമ്മൾ ഒഴിവാക്കുന്നത്? കോണാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് കോൺ. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ πr² മൈനസ് 1/3 πr². രണ്ടിലും ആര് കോമണാ? πr²h കോമണാ. അപ്പോൾ പുറത്തെടുത്താൽ എന്താ വരിക? πr²h കോമൺ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 1 - 1/3 എന്ന് വരും. 1 - 1/3 പറഞ്ഞാൽ 3 - 1/3 വരുമ്പോൾ 2/3 വിച്ച് ഇസ് ഈക്വൽ ടു πr²h × 2/3. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 1/3 ആണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? പുറത്തെടുക്കുന്നത്. 1/3 പുറത്തെടുത്താൽ ബാക്കി ആരുണ്ടാവും? അവിടെ 2/3 ഉണ്ടാവും. അപ്പോൾ 2/3ൻ്റെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് പൈ എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 അല്ലേ? 6 ആണ് r വന്നേ. അപ്പോൾ 6 × 8 എന്ന് പറഞ്ഞാൽ h ഇൻറ്റു ആരും കൂടി ഉണ്ട്? 2/3 കൂടി ഉണ്ട്. എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? 3ഉം 6ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഇത് 1 വരും. ഇത് എത്ര വരിക? ഇത് 2 വരും. ബാക്കി ഇനി എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 22 × 6 × 2 × 8 × 2 ഡിവൈഡഡ് ബൈ 7 എത്രയും വരും നമ്മുടെ വോളിയം. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 7 cm³ എഴുതിയാൽ മതി കേട്ടോ. ഇത്ര എഴുതി വെച്ചാൽ മതി. ആൻസർ എന്താ വരിക? 2 × 2 4, 4 × 8 32 വരും. 32 × 6 ഞാൻ ഇവിടെ പെട്ടെന്ന് എഴുതണ്ടേ. 32 × 6 എന്ന് പറയുമ്പോൾ 12, 1 ബാലൻസ് 18, 192 × 22 അല്ലേ? 4, 18 ബാലൻസ് 384
4 2 1 ബാലൻസ് 4 2 4 divided by 7 4 2 2 4 divided by 7 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് എന്തായിട്ട് വരിക? വോളിയം ആയിട്ട് വരിക. ഓക്കെ, 4224 ഡിവൈഡഡ് ബൈ 7 ആട്ടോ വോളിയം ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ എന്തും കൂടി ഉണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് റിമൈനിങ് സോളിഡ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫുൾ സിലിണ്ടറിന് എന്ത് പുറത്തെടുത്തു എന്നാണ് പറഞ്ഞത്? സിലിണ്ടറിന് എന്ത് പുറത്തെടുത്തു? ഒരു കോണിക്കൽ ക്യാവിറ്റി പുറത്തെടുത്തു. നോക്ക്, സിലിണ്ടറിൻ്റെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ കോണിൻ്റെ ഈ ടച്ചിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആരൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും ഉണ്ടാവും? ഒരു ബേസ് ഏരിയ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതാ ഒരു ബേസ് ഏരിയ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ ആരും കൂടി ഉണ്ടാവും? ഒരു കേർവ്ഡ് സർഫസ് ഏരിയ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു ബേസ് ഏരിയ ഉണ്ടാവും. പിന്നെ എന്തുണ്ട്? ഒരു കേർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാവും. പിന്നെ അതേപോലെ ഒരാളും കൂടി ഉണ്ടാവും. ഒരാളും കൂടി ഉണ്ടാവുക ആ ഉള്ളിൽ തുറന്നെടുത്തു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ആ കോണിക്കൽ ക്യാവിറ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ, അതെന്തായിരിക്കും? നമ്മുടെ കോണിൻ്റെ CSA കൂടി അതിൻ്റെ ഉള്ളിലുണ്ടാവും. ആരാ വരിക? CSA ഓഫ് കോണും കൂടി അതിൻ്റെ ഉള്ളിൽ വരും. ഓക്കെ, കോണിൻ്റെ CSA പ്ലസ് ആര് വരും? CSA ഓഫ് സിലിണ്ടർ വരും. ദെൻ പിന്നെ ആര് വരും? ബേസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ വരും. ഓക്കെ, നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ റിമൈനിങ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്. സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? വിച്ച് ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ പ്ലസ് CSA ഓഫ് സിലിണ്ടർ പ്ലസ് ആരും കൂടി ഉണ്ടാവും? CSA ഓഫ് കോണും കൂടി ഉണ്ടാവും. ഓക്കെ, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? πr² വരും. സർക്കിൾ അല്ലേ? ബേസ് പറഞ്ഞാൽ സർക്കിളാണ്. എന്താ ഫിഗർ നോക്ക്. ബേസ് എന്ന് പറഞ്ഞാൽ ആരായിട്ട് വരിക? ഇതാ ഈ സർക്കിളിൻ്റെ ഏരിയ വരും. ഈ സർക്കിളിൻ്റെ ഏരിയ ഉണ്ടാവും. പിന്നെ ആരും കൂടി ഉണ്ടാവും? ഈ കേർവ്ഡ് സർഫസ് ആയിട്ടുള്ള ആരുണ്ടാവും? നമ്മുടെ സിലിണ്ടർ ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും? ആ ഉള്ളിൽ നമ്മൾ റിമൂവ് ചെയ്തെടുത്ത ആ കോണിൻ്റെ സർഫസ് ഏരിയ കൂടി ഉണ്ടാവും. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ എന്താ വരിക? CSA ഓഫ് സിലിണ്ടർ എന്താ? സിലിണ്ടറിൻ്റെ CSA കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? 2πRH പ്ലസ് CSA ഓഫ് കോണും കൂടി അല്ലേ? കോണിൻ്റെ CSA എന്ന് പറഞ്ഞാൽ ആരുണ്ടാവും? πR എല്ലും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലും കൂടി അവിടെ കണ്ടുപിടിക്കാണ്ട്. എല്ലാം സിമ്പിളാണ്. ഇത് നോക്ക്, ഹൈറ്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹൈറ്റ് 6, ഇതെന്താ പറഞ്ഞത്? 8 പറഞ്ഞിട്ടുണ്ട്. 6 8 ആണ്. ഈ പൈതഗോറൻ ട്രിപ്ലറ്റ് പ്രകാരം ഹൈപ്പോട്ടന്യൂസ് എന്തായിട്ട് വരും? ഹൈപ്പോട്ടന്യൂസ് 10 ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ക്ലിയർ? 6 8 10 3 4 5 അതൊക്കെ പഠിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ ഇതൊക്കെ പൈതഗോറസ് തിയറി ചെയ്തിട്ട് ടൈം വേസ്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എൽ എന്തായിട്ട് എടുക്കാം? 10 ആയിട്ട് എടുക്കാം. അപ്പോൾ നോക്ക്, L 10 കൊടുക്കുക. ഇവിടെ എന്തൊക്കെ കോമൺ ആയിട്ടുള്ളത്? ഇവിടെ ഒരു πr ഉണ്ട്, ഇവിടെ ഒരു πr ഉണ്ട്, ഇവിടെയും πr ഉണ്ട്. അപ്പോൾ πr കോമൺ ആയി പുറത്തെടുത്തു. ബാക്കി ഇനി എന്താ ഉള്ളത്? ഇവിടെ ഒരു R ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 2H ഉണ്ട്, പ്ലസ് ഇവിടെ ആരുണ്ട്? ഒരു L ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? 22/7 ഇൻറ്റു റേഡിയസ് എന്തായിരുന്നു? റേഡിയസ് 6 ആയിരുന്നു. ഇൻറ്റു 6. ഓക്കെ, റേഡിയസ് വീണ്ടും 6 പ്ലസ് 2 ഇൻറ്റു ഹൈറ്റ് പറയുമ്പോൾ 2H എത്രയാണ്? 2 ഇൻറ്റു 8 16 വരും. 2 ഇൻറ്റു 8 16 പ്ലസ് L എന്താ? 10 വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ വരിക? 22/7 ഇൻറ്റു 6 22 ഇൻറ്റു 6/7 ഇൻറ്റു ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര വരിക? 22 പ്ലസ് 10 32 ആണ് വരിക. 32. ഓക്കെ, ഇതേ ഡിവൈഡഡ് ബൈ 7 ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആൻസർ ഉണ്ടാവും കേട്ടോ. ഞാൻ ചെയ്ത് നോക്കട്ടെ. 32 ഇൻറ്റു 6 അല്ലേ ചെയ്യണ്ടേ? 32 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 12 1 ബാലൻസ് 192 അതിന് ഇൻറ്റു 22 ആണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തതല്ലേ? 4 2 2 2 22 36 32. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഓക്കെ, 4224 ഡിവൈഡഡ് ബൈ 42224 ഡിവൈഡഡ് ബൈ 7. 4224 ഡിവൈഡഡ് ബൈ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫൈൻ. സർഫസ് ഏരിയ ഓഫ് സോളിഡ് പറഞ്ഞാൽ ബേസ് ഏരിയ, സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ, അതേമാതിരി കോണിൻ്റെയും സർഫസ് ഏരിയ വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ സർക്കസ് ടെൻറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ സർമൗണ്ടഡ് ബൈ എ conical top of same diameter. If their common diameter is 56 cm, the height of the conical part is 6 and the total height of the tent above is
above the ground is 27, find the area of the canvas required and find the volume of the tent. ഒന്നുമില്ല, എന്താ പറഞ്ഞത്, ഒരു സർക്കസ് ടെൻ്റ് ഉണ്ട്, അതെന്ത് ഷേപ്പിലാണ്, ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ ടോപ്പിൽ എന്തുണ്ട്, ഒരു കോണിക്കൽ പാർട്ടും കൂടി സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്ക്, അപ്പോൾ അതിൻ്റെ ഫിഗർ ഇങ്ങനെ വരിക, ഒരു സിലിണ്ടറിക്കൽ ബേസ് പ്ലസ് ആരും കൂടി ഉണ്ട്, ഒരു കോൺ അതിൻ്റെ ടോപ്പിൽ. ഓക്കെ ഫൈൻ. എന്തൊക്കെയാണ് നമുക്ക് തന്നെ, ഇതാണ് ആ സിലിണ്ടറിക്കൽ ഇതിൻ്റെ ഷേപ്പ് കേട്ടോ, സർക്കസ് ടെൻറ്റിൻ്റെ ഷേപ്പ്. കോമൺ ഡയമീറ്റർ 56 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഡയമീറ്റർ 56. അപ്പോൾ റേഡിയസ് എത്ര വരിക, റേഡിയസ് അതിൻ്റെ ഹാഫ് 28 എന്നാണ് വരിക കേട്ടോ. 28 ആണ് ഡയമീറ്റർ വരിക, റേഡിയസ് വരിക. പിന്നെ എന്താ തന്നെ, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിക്കൽ പാർട്ട് ഈസ് 6 cm ആൻഡ് ദ ടോട്ടൽ ഹൈറ്റ് അബവ് ദ ടെൻറ്റ് ഈസ് 27. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 27. അതേപോലെ തന്നെ സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ് 6 തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്നെ. നോക്ക്, ഇത് മൊത്തം 27 ഫുള്ള് കേട്ടോ, ഇവിടെ മുതൽ ഇവിടെ വരെ 27. അതേമാതിരി സിലിണ്ടറിൻ്റെ ഹൈറ്റ് 6. അപ്പോൾ ബാലൻസ് എത്ര വരിക, ബാലൻസ് 21 അല്ലേ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 27 വരണം. അപ്പോൾ ബാലൻസ് 21 വരും. ഓക്കെ, അപ്പോൾ 21ഉം ഈ ഒരു 6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, 26 ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ ഫൈൻ. ഇത് 21, ഇത് 6. ഓക്കെ ഫൈൻ. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം, സിലിണ്ടറിൻ്റെ ടോട്ടൽ ക്യാൻവാസ് റിക്വയർഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഹൈറ്റ് 21 കിട്ടി. ഇനി നോക്കി, ഇത് 21, ഇത് 28, ഇത് 21-28 ആണെങ്കിൽ ഇത് പൈതോറസ് തിയറി ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 35 എന്നാണ് കേട്ടോ കിട്ടുക. അത് ചെയ്ത് നോക്കണേ, ചെക്ക് ചെയ്യണേ. ഓക്കെ ഫൈൻ. 21 സ്ക്വയർ പ്ലസ് 28 സ്ക്വയർ ചെയ്യുമ്പോൾ 35ൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. 441 പ്ലസ് ഓക്കെ ഫൈൻ, കറക്റ്റാണ്. 28 64, 35ൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം, ടോട്ടൽ ക്യാൻവാസ് റിക്വയർഡ്. ക്യാൻവാസ് റിക്വയർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് നോക്ക്, ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടെൻ്റ് ആകുമ്പോൾ ബേസ് ഏരിയ ഇൻക്ലൂഡ് ആവില്ല. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയയും വേണ്ടി വരും, ഈ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും വേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും റിക്വയർഡ്, മെറ്റീരിയൽ റിക്വയർഡ് അല്ലേ, ക്യാൻവാസ് റിക്വയർഡ് equal to CSA of cylinder plus CSA of cone. ഓക്കെ, സിലിണ്ടറിൻ്റെ CSA കാണാനുള്ള ഇക്വേഷൻ 2πRH പ്ലസ് കോണിൻ്റെ ഇക്വേഷൻ πRL. രണ്ടിന്നും πR കോമൺ പുറത്തെടുത്തു. πR കോമൺ പുറത്തെടുത്താൽ ഇവിടെ എടുക്കുന്നുണ്ട്, πR ഞാൻ പുറത്തെടുത്തു. ബാക്കി എന്താ ഉള്ളത്, ഇവിടെ ഒരു 2H ഉണ്ട്, ഇവിടെ ഒരു L ഉണ്ട്. 2H പ്ലസ് L വിച്ച് ഇസ് ഈക്വൽ ടു ആൻസർ എന്ത് വരിക, പൈ എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എത്രയാണ്, R എന്ന് പറഞ്ഞാൽ കോമൺ ഡയമീറ്റർ 56 ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ഹാഫ് 28 ഇൻറ്റു 2H എന്ന് പറയുമ്പോൾ 2H ആരുടെ ഹൈറ്റാണ്, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്, 6 ആണ് ഇതിൻ്റെ H. അപ്പോൾ 2H എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 6 എത്ര വരും, 12 വരും. പ്ലസ് L എത്ര വന്നാൽ 35 വന്നു. ഓക്കെ, ഇവിടെ നിന്ന് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും, 7ഉം 28ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്തൊരു 1 വരും, ഇവിടെ 4 വരും. 4 ഇൻറ്റു 22 വരുമ്പോൾ 88 വരും. 88 ഇൻറ്റു ഇതെത്ര വരിക, 47. 88 ഇൻറ്റു 47 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും റിക്വയർഡ് കേട്ടോ. അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടുവേ. 88 ഇൻറ്റു 47 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ടോട്ടൽ ക്യാൻവാസ് റിക്വയർഡ്. ഒന്നുമില്ല, ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ക്യാൻവാസും അതേപോലെ തന്നെ എന്തും വേണ്ടി വരും, കോണിൻ്റെ സർഫസ് ഏരിയയും കൂടി വേണ്ടി വരും. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ തന്നെ എന്തും കൂടി ഉണ്ട്, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ടെൻറ്റും കൂടി കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ വോളിയം കൂടി ചെയ്യാം കേട്ടോ. വോളിയം ഓഫ് ദ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്, വോളിയം ഓഫ് ദ ടെൻറ്റ്. ഓക്കെ, വോളിയം ഓഫ് ദ ടെൻറ്റ് ആരൊക്കെ ഇൻക്ലൂഡഡാ, വോളിയം ഓഫ് ദ ടെൻറ്റിൽ ആരൊക്കെ ഇൻക്ലൂഡഡാ, വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് ആരും കൂടി ഉണ്ട്, പ്ലസ് വോളിയം ഓഫ് കോണും കൂടി ഉണ്ട്. എന്താ സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ, സിലിണ്ടറിൻ്റെ വോളിയം πr² പ്ലസ് കോണിൻ്റെ വോളിയം 1/3 πr². ഇത് ക്യാപിറ്റൽ H ആയിട്ട് എടുത്തോട്ടെ, രണ്ട് മാറ്റില്ലേ. ഇവിടെ നിന്ന് πr² കോമൺ പുറത്തെടുത്തു, ബാക്കി എന്താ ഉള്ളത്, H പ്ലസ് ക്യാപിറ്റൽ H/3 ഇങ്ങനെയാണ് ഉള്ളത്. നോക്ക്, പൈ എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു റേഡിയസ് എന്തായിരുന്നു, ആ ഫിഗറിൽ റേഡിയസ് എന്തായിരുന്നു, റേഡിയസ് നമുക്കറിയാം എത്രയാണ്,
28 ആയിരുന്നു. അപ്പോൾ 28 × 28 ബ്രാക്കറ്റിൽ h + h/3 അല്ലേ. h എത്ര വന്നേ? സ്മോൾ h എന്ന് പറയുമ്പോൾ ഇതിൻ്റെ h. സ്മോൾ h ആരുടെ h? സിലിണ്ടറിൻ്റെ h സ്മോൾ h. സിലിണ്ടറിൻ്റെ h ആയിട്ട് ഞാൻ എന്തായിട്ട് എടുത്തത്? സിലിണ്ടറിൻ്റെ h 6ഉം മറ്റേത് 21ഉം. അപ്പോൾ എങ്ങനെ വരിക? 6 + 21/3 അല്ലേ. 21/3 എന്ന് പറയുമ്പോൾ 7 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ക്യാൻസൽ ചെയ്താൽ 1, ഇത് 4 വരും. 4 × 22 വരുമ്പോൾ 88 × 28 × 13. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും എന്ത് വരിക? അതിൻ്റെ വോളിയം വരും കേട്ടോ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഒന്നുമില്ല, വോളിയം ഓഫ് ദ 10 എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇൻക്ലൂഡറാ? പറടാ. സിലിണ്ടറിൻ്റെ വോളിയം ഉണ്ട്, പിന്നെ ആരും കൂടി ഉണ്ട്? കോണിൻ്റെ വോളിയം കൂടി ഉണ്ട്. സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? πr²h. കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? 1/3 πr²h. അവിടുന്ന് ആര് കോമണാ? πr² കോമണാ. h രണ്ട് മാറ്റമുണ്ട്. കാരണം നോക്ക്, ഫിഗറിൽ നോക്ക്, സിലിണ്ടറിൻ്റെ h ചെറിയ h 6. ഇത് വരച്ച് നോക്കണ്ട, വരച്ച് ചെറിയ മാറ്റം വരും. സിലിണ്ടറിൻ്റെ h 6, കോണിൻ്റെ h എന്ന് പറയുന്നത് എത്രയാണ്? 21 വരുന്നത്. ടോട്ടൽ 27. അപ്പോൾ 27 6 മൈനസ് ചെയ്യുമ്പോഴാണ് ഈ 21 കിട്ടുന്നത്. അപ്പോൾ ഇതാണ് സ്മോൾ h ആയിട്ട് എടുത്തത്. ഈ 21 ആണ് ഞാൻ എന്തായിട്ട് എടുത്തത്? ക്യാപിറ്റൽ h ആയിട്ട് എടുത്തത്. അതാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ സ്മോൾ h 6, h/3 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ h/3 എന്ന് പറയുമ്പോൾ 7 കിട്ടും. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 13 വരും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ 22 × 4 ആകുമ്പോൾ 88. 88 × 28 × 13 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് ദ ടെൻറ്റ് കിട്ടുക. ക്ലിയർ അല്ലേ? ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ വോളിയം. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തുന്നതാണ്. എന്താ പറയുക? എ സർക്കസ് ടെൻറ്റ് ഈസ് സിലിണ്ട്രിക്കൽ അപ് ടു ദ ഹൈറ്റ് 4 cm and a conical above. If the height of the and slant height of the conical portion are 3 m and 29 m, find the area of the canvas required to make the tent. ഓക്കെ, കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഫിഗർ വരച്ചിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യാം. എന്താ പറഞ്ഞത്? എ സർക്കസ് ടെൻറ്റ്, ഒരു ടെൻറ്റിൻ്റെ ഷേപ്പ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒരു സിലിണ്ടർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? അതിൻ്റെ മുകളിൽ ഒരു കോണും ഉണ്ട്. അപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ വരക്കാം. ഇങ്ങനെയാണ് ഫിഗർ വന്നത്. ഒരു സിലിണ്ടർ പ്ലസ് ഒരു കോണ്, പിന്നെ എന്തൊക്കെ തന്നെ? എ സർക്കസ് ടെൻറ്റ് ഈ സിലിണ്ട്രിക്കൽ അപ് ടു ദ ഹൈറ്റ് ഓഫ് 4 cm എന്ന് പറഞ്ഞത്. അപ്പോൾ സിലിണ്ട്രിക്കൽ വരെയുള്ള ഹൈറ്റാണ് തന്നത് എത്രയാണ്? അത് കൺഫ്യൂസിങ് ആയത്. സിലിണ്ട്രിക്കൽ വരെയുള്ള ഹൈറ്റാണ് തന്നത് എത്രയാണ്? 4. ക്ലിയർ? സിലിണ്ട്രിക്കൽ വരെയുള്ള ഹൈറ്റാണ് തന്നത് 4. പിന്നെ എന്താ പറഞ്ഞത്? അതിൻ്റെ കോണിക്കൽ പാർട്ട് എബോവ് ഇറ്റ്, ഒരു കോൺ അതിൻ്റെ എബോവിലുണ്ട്. ഇഫ് ദ ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോണിക്കൽ പാർട്ട് ആർ 2 m and 2.9 m എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കോണിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ് 2 m. അപ്പോൾ ഇത് 2. കോണിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ് ആണ് എന്ത് തന്നെ? 2 m തന്നെ. കോണിക്കൽ പാർട്ട് 2 m ഹൈറ്റ്. അതേമാതിരി അതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിട്ടുള്ള ഭാഗം 2.9. ഓക്കെ, ചെരിഞ്ഞിട്ടുള്ളത് 2.9. ഇത് 2.9. ഇതെന്ത് തന്നിട്ടുണ്ട്? ഇത് 2 തന്നിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കേണ്ടി വരും. രണ്ടിൻ്റെ റേഡിയസ് സെയിമാ. അവിടെ പൈതഗോറസ് തിയറി യൂസ് ചെയ്താൽ പോരെ? 29ൻ്റെ സ്ക്വയറിന് എന്ത് മൈനസ് ചെയ്യുക? 2ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. 29ൻ്റെ സ്ക്വയറിന് 2ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. 2.9 ആട്ടോ. 29 എന്ന് പറഞ്ഞാൽ 2.9. 29ൻ്റെ സ്ക്വയർ എന്താ? 29ൻ്റെ സ്ക്വയർ എന്താ? നമുക്ക് അറിയുന്നതാ. 29 × 29 ചെയ്യാം. അല്ലെങ്കിൽ സ്ക്വയർ 30 വരെ കാണാതെ പഠിച്ച് പോകണം. ഓക്കെ, നമുക്ക് ചെയ്യാം. നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് എന്താ വന്നേ? സ്ലാൻഡ് ഹൈറ്റ് 2.9 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ഹൈറ്റ് 2 ആണ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് എന്ന് പറയുമ്പോൾ ഇതാണ് 6. അപ്പോൾ നമുക്ക് എന്താ? r² = l² - h² ആണ്. അപ്പോൾ നമ്മളിവിടെ r² എന്താ എഴുതാൻ പോവാം? l² - h² ചെയ്യാൻ പോവാം. l² എന്ന് പറഞ്ഞാൽ എന്താ? l² എന്ന് പറഞ്ഞാൽ 2.9ൻ്റെ സ്ക്വയർ. 2.9 സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 8.41 കിട്ടി. അപ്പോൾ 8.41 മൈനസ് 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. 8.41 4 മൈനസ് ചെയ്താൽ 4.41 വരും. അപ്പോൾ r² ആണ് 4.41. അപ്പോൾ r = √4.41. √4.41 എന്ന് പറയുമ്പോൾ 2.1 സെൻറ്റിമീറ്റർ. മീറ്റർ അല്ലേ? മീറ്ററിലാണ് എന്ത് വരിക? നമ്മുടെ റേഡിയസ് വരിക. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ 2.1. റേഡിയസ് 2.1, ഇവിടെയും 2.1 കിട്ടി. ഇനി എന്തൊക്കെയാണ് വേണ്ടത്? ടോട്ടൽ ക്യാൻവാസ് റിക്വയർഡ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ക്യാൻവാസ് റിക്വയർഡ് എന്ന് പറയുമ്പോൾ ചെയ്യാം കേട്ടോ. ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ടാവും? സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. ഞാൻ പറഞ്ഞു 10 ഒക്കെ ആകുമ്പോൾ എന്താ ഉണ്ടാവുള്ളൂ? കർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് ആരും കൂടി ഉണ്ടാവും? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണും കൂടി ഉണ്ടാവും. അപ്പോൾ സർഫസ് ഏരിയ ക്യാൻവാസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എന്തായിരുന്നു? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്യാൻവാസ്. ഓക്കെ, ക്യാൻവാസ് റിക്വയർഡ്, ടോട്ടൽ ക്യാൻവാസ് റിക്വയർഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ
ക്യാൻവാസ് റിക്വയർഡ് ഈക്വൽ ടു ആരൊക്കെയുണ്ട്? CSA ഓഫ് സിലിണ്ടർ അല്ലേ? ഓക്കെ, CSA ഓഫ് സിലിണ്ടർ പ്ലസ് CSA ഓഫ് കോൺ. സിലിണ്ടറിൻ്റെ CSA കാണാനുള്ള ഇക്വേഷൻ 2πr, അത് ക്യാപിറ്റൽ H ആയിട്ട് എടുത്ത കേട്ടോ, 2πr ക്യാപിറ്റൽ H പ്ലസ് CSA ഓഫ് കോൺ എന്ന് പറയുമ്പോൾ πr_L. ഓക്കെ, ക്യാപിറ്റൽ H കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ചെയ്തോ. ഓക്കെ ഫൈൻ. അപ്പോൾ എന്ത് വരും? πr കോമൺ പുറത്തെടുക്കുക. πr കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്ത് വരും? 2h പ്ലസ് L ആയിട്ട് വരും. πr എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു റേഡിയസ് എന്തായിരുന്നു? റേഡിയസ് എന്ന് പറയുമ്പോൾ 2.1 അല്ലായിരുന്നു നമ്മുടെ റേഡിയസ് കിട്ടിയേ? ഓക്കെ, അപ്പോൾ 2.1 ഇൻറ്റു 2h എന്ന് പറയുമ്പോൾ 2 × 4 8 പ്ലസ് L എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? L എത്ര? L 2.9 ആയിരുന്നു കേട്ടോ. അപ്പോൾ 8 + 2.9. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്താൽ വരാം. 7ഉം 21 ക്യാൻസൽ ചെയ്താൽ 3 ആ വരിക. 2.1 ആകുമ്പോൾ 0.3 ആവും. ഓക്കെ, ക്ലിയർ. അപ്പോൾ 1 വരും, ഇതെന്ത് വരും? 0.3 വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരിക? 10.9 വരും. അപ്പോൾ 22 × 0.3 × 10.9 ഇത്രയും ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ചെയ്ത് നോക്കട്ടെ. 109 × 3 എന്ന് പറയുമ്പോൾ 327. അപ്പോൾ 3.27 × 22 അല്ലേ? 14 1 ബാലൻസ് 5 6 6 5 4 4 9 1 7 71.94 കിട്ടും ആൻസർ. 22 × 3.27 ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 71.94 സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ക്യാൻവാസ് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, 71.94 സെൻറ്റിമീറ്റർ സ്ക്വയർ ക്യാൻവാസ് ഈസ് റിക്വയർഡ്. ക്ലിയർ ആണോ? ഡൗട്ടില്ലല്ലോ? ഇതാ ഒന്നുമില്ല. ആ ക്യാൻവാസ് എത്ര റിക്വയർഡ് ആയിരുന്നു? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? റേഡിയസ് കണ്ടുപിടിക്കണം. പിന്നെ ആ സെൻറ്റേഴ്സ് നോക്കണം. സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആണ് 4 വരിക, കോണിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ് 2 ആണ് വരിക. കോണിക്കൽ പാർട്ടിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ L എന്ത് വരും? 2.9 വരും. റേഡിയസ് എന്ന് പറയുമ്പോൾ പൈതോറസ് വെച്ചിട്ട് 2.1 കണ്ടുപിടിച്ചു. പിന്നെ എന്ത് കണ്ടുപിടിച്ചു? ടോട്ടൽ ക്യാൻവാസ് എന്ന് പറയുമ്പോൾ CSA ഓഫ് സിലിണ്ടർ പ്ലസ് CSA ഓഫ് കോൺ വരും. അപ്പോൾ 2πrh പ്ലസ് πrL വരും. πr കോമൺ ആയി പുറത്തെടുത്തു, 2h പ്ലസ് L ചെയ്തു. സോ എന്ത് ചെയ്തു? 71.94 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ ഫൈൻ. നമ്മൾ ഇന്നത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.